മാസങ്ങളായുള്ള ചർച്ചയായിരുന്നു എമ്പുരാനിലെ വില്ലൻ ആരാണെന്ന്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ ഇടതു ജിഹാദി ഗ്രൂപ്പുകളും ആ വില്ലനെ കണ്ടുപിടിച്ചത് മറ്റാരുമല്ല, അമിത്ഷായാണ്. അമിത്ഷാ ഇനി ഇന്ത്യ വിട്ട് പോകേണ്ടി വരുമോ? ഇതൊക്കെ അങ്ങ് എന്താ പറയുക, ഈ നമ്മുടെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ അദ്ദേഹം ഒരു രാഷ്ട്രീയ എതിരാളിയാണ്, രാഷ്ട്രീയ ശത്രുവാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പറയും. ഇന്നും ഇന്നലെയൊന്നുമല്ല, അമിത്ഷായെ തകർക്കാൻ ഉള്ള ശ്രമം ആരംഭിച്ചിട്ട് 10-20 വർഷങ്ങളായി, 20-ൽ കൂടുതൽ വർഷങ്ങളായി എന്ന് പറയാം. നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് വരുന്ന ആ കാലം തൊട്ട് അമിത്ഷാ അദ്ദേഹത്തിൻ്റെ കൂടെ നിഴല് പോലെയുണ്ട്. അമിത്ഷാ മാത്രമല്ല, കേന്ദ്രമന്ത്രിയായിരുന്ന പർഷോത്തം രൂപാല, അപ്പോൾ അദ്ദേഹമൊക്കെ മോദിയുമായിട്ട് വളരെ അടുത്ത്. രാജ്ദീപ് സർദേശായി എന്ന് പറയുന്ന വലിയ പത്രപ്രവർത്തകൻ തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. 95-ൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ശങ്കർ സിംഗ് വഗേലയെയും പട്ടേലിനെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ നരേന്ദ്രമോദി ഓഫീസിൻ്റെ പുറത്തൊരു ചെറിയ കസേരയിട്ട് അവിടെ ഇരിക്കുകയാണ്. അന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉള്ളവർ ഇവരൊക്കെയാണ്, അമിത്ഷായൊക്കെയാണ്. അമിത്ഷായുടെ സ്കൂട്ടറിൽ കയറിയാണ് നരേന്ദ്രമോദി യാത്ര ചെയ്തിരുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തെരുവുകളിൽ കൂടി. വളരെ താഴെത്തട്ടിൽ നിന്ന് പാർട്ടി പ്രവർത്തനം നടത്തി വളർന്നു വലുതായി വന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി, അമിത്ഷായും. നരേന്ദ്രമോദി RSSൽ കൂടി വന്നു, പ്രചാരകനായിരുന്നു, പിന്നീട് BJPയിലെത്തി. അമിത്ഷാ RSSൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു, ശാഖയിലൊക്കെ പോയിരുന്നു, സ്വയം സേവകാണ്. പിന്നീട് അദ്ദേഹം BJPയിലെത്തി. അമിത്ഷാ, നരേന്ദ്രമോദി, ഈ പറയുന്നത് പോലെ പർഷോത്തം രൂപാല, ഇവരെല്ലാവരും ഒരു ടീമായിട്ട് നിന്ന് വർക്ക് ചെയ്തിരുന്നവരാണ്. അവരെ നയിക്കാനാണ് അന്ന് ശങ്കർ സിംഗ് വഗേലയും പട്ടേലും ഒക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും ഗുജറാത്ത് 95 മുതൽ ഗുജറാത്ത് BJPയുടെ കയ്യിലാണ്. ഈ 2002 കലാപത്തിന് ശേഷം, ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ് വലിയ തോതിൽ ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പ് പഴയകാല ഡൽഹിയിലൊക്കെ ജോലി ചെയ്തിരുന്ന പത്രപ്രവർത്തകരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം ഈ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന മോഡിയെക്കുറിച്ച്. നരേന്ദ്രമോദി അന്ന് അമിത്ഷാ അത്ര അറിയപ്പെട്ടിരുന്നില്ല, പക്ഷെ നരേന്ദ്രമോദി അന്ന് ഡൽഹിയിലെ എല്ലാ പത്രക്കാർക്കും അറിയാം, മലയാളി പത്രക്കാർക്ക് ഉൾപ്പെടെ അറിയാം. ഒരാളെ ഒരു തവണ പരിചയപ്പെട്ടാൽ ആളിൻ്റെ പേരൊരിക്കലും മറക്കാത്ത മോഡി. ഏത് സന്ദർഭത്തിലും ഏത് പത്രക്കാരനെയും വിളിച്ച് എന്ത് കാര്യവും വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു മോഡി. ഇങ്ങനെയൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് അമിത്ഷായിലേക്ക് വരാം. അമിത്ഷായ്ക്കെതിരെയുള്ള വേട്ട തുടങ്ങിയത് 2002 ശേഷമാണ്. പ്രത്യക്ഷത്തിൽ വളരെ ആഴത്തിൽ 2004 കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം ഈ പറയുന്നത് പോലെ SITയുടെ അന്വേഷണം പ്രഖ്യാപിച്ചു. സുപ്രീം കോടതിയിൽ ഹർജികൾ പോയി. ഗുജറാത്ത് കലാപം അടക്കമുള്ള നമ്മുടെ ഈ പറയുന്ന ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ അടക്കമുള്ള കേസുകൾ അമിത്ഷായ്ക്കെതിരെ വന്നു. ഇതിലെല്ലാം വളരെ കൃത്യമായിട്ട് CBI അന്വേഷണം നടന്നു. അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ്സാണ്. മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനെ പിന്നിൽ നിന്ന് നിയന്ത്രിച്ചിരുന്നത് സോണിയ കുടുംബമാണ്. എന്നിട്ട് അവർക്ക് ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല. അമിത്ഷായ്ക്കെതിരെ ഈ പറയുന്ന ഒരു കേസിൽ പോലും അമിത്ഷായെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ഒരു തെളിവും അവർക്ക് കിട്ടിയില്ല. അമിത്ഷായെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. കേസ് ഗുജറാത്തിന് പുറത്തേക്ക്, അഹമ്മദാബാദിന് പുറത്തേക്ക് കൊണ്ടുപോയി മഹാരാഷ്ട്രയിലാണ് കേസ് നടത്തിയത്. അതൊക്കെ ഈ ഗുജറാത്ത് കലാപത്തിൽ ഇരയാക്കപ്പെട്ട ആൾക്കാരടക്കം ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും സുപ്രീം കോടതി അടക്കമുള്ള നമ്മുടെ കോടതികൾ അംഗീകരിച്ചു. അവർ ആ കേസുകൾ ഗുജറാത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. അമിത്ഷായ്ക്കെതിരെ ഉള്ള കേസുകളും ഗുജറാത്തിന് പുറത്താണ് വിചാരണ നടന്നത്. കേരളത്തിലെ ചെറുതായ സംസാരം കേട്ടാൽ വിചാരിക്കും ഈ പൃഥ്വിരാജിന്റെ, ഈ വാര്യൻ കുന്നൻ ആരാധകനായ പൃഥ്വിരാജിന്റെ ഒരു സിനിമ കൊണ്ട് തന്നെ അമിത്ഷാ ഇല്ലാതായി പോകുമെന്നാണ് തോന്നുന്നത്. അമിത്ഷാ തീയിൽ കുരുത്തതാണ് ശ്രീജിത്തെ, അത് വെയിലത്ത് വാടില്ല. കാരണം 2014 തിരഞ്ഞെടുപ്പ് അറിയാമല്ലോ. നമ്മളൊക്കെ എല്ലാവരും, പ്രത്യേകിച്ചും ഈ ഇന്ത്യയിലെ ആബാലവൃദ്ധം ജേർണലിസ്റ്റുകളും കണ്ണും കാതും കൂർപ്പിച്ച് വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തതാണ് 2014 തിരഞ്ഞെടുപ്പ്. 2013 പാർലമെൻ്ററി പാർട്ടി നേതാവായി നിയമിക്കപ്പെട്ട നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും വിശ്വസ്തനുമായ തെരഞ്ഞെടുപ്പ് ആസൂത്രകനുമായ ചാണക്യ ബുദ്ധിയുടെ ഉടമയായ അമിത്ഷായെ UPയിലേക്ക് വിട്ടു. എന്തിനാ? UPയിലെ 80 സീറ്റ്, അതാണ് BJP ലക്ഷ്യം വെച്ചത്. ഒന്നാമത്തെ കാര്യം, അമിത്ഷാ അവിടെ ചെന്നു. അദ്ദേഹത്തെക്കുറിച്ച് UPയിൽ നിന്ന് കിട്ടുന്ന, UPയിലെ തന്നെ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, പത്രപ്രവർത്തകർ, അവർ ഹിന്ദി, ഈ ദൈനിക് ജാഗരൺ പോലെയുള്ള പത്രങ്ങളിലുമൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാനും കേരളത്തിൽ അത് അന്വേഷിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കും,
ഒക്കെയുള്ള സുഹൃത്തുക്കളാണ്. അവരോട് ഞാൻ ചോദിച്ചു, എന്താ ഈ അമിത്ഷായുടെ പ്രത്യേകത എന്താണ്? അപ്പോൾ അവർ പറയുന്നത് ഈ ഉള്ളം കൈയിലെ രേഖകൾ പോലെയാണ് അദ്ദേഹത്തിന് ഓരോ മണ്ഡലവും. അതിനെക്കുറിച്ച് ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ വിവരങ്ങൾ അറിയാം. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് കേട്ട ഒരു ഏറ്റവും വലിയൊരു ഈ BJP-ക്കാർക്ക് വലിയ ആവേശം ജനിപ്പിച്ച ഒരു വാർത്ത അദ്ദേഹത്തെക്കുറിച്ച് അന്ന് പുറത്തു വന്നു. അതായത് നമ്മുടെ ഈ വോട്ടേഴ്സ് ID കാർഡ് ഉണ്ടല്ലോ, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ID കാർഡ് അനുസരിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടർ പട്ടിക, ആ വോട്ടർ പട്ടികയിൽ ഒരു പേജ് ഒരു പ്രവർത്തകന് കൊടുക്കുകയാണ്. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ബൂത്ത് അടിസ്ഥാനത്തിൽ തിരിച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു വോട്ടർ പട്ടികയിൽ ഒരു പേജ് ഒരു BJP പ്രവർത്തകന് കൊടുക്കുന്നു. നിങ്ങളുടെ ചുമതലയാണ് ഈ ഒന്നാമത്തെ കാര്യം, ഈ വോട്ടർ പട്ടികയിലുള്ള എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്യിക്കുക. എന്നിട്ട് അത് BJP-ക്ക് കിട്ടാനുള്ള വോട്ടാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുക. അവിടെ കൃത്യമാണ്. ഈ വോട്ടർ പട്ടികയിൽ ഒരു പേജിൽ ഇത്ര പേരുകളുണ്ട്, ഇപ്പോൾ 20ഓ 30ഓ ഒക്കെ പേരുകൾ കാണുമെന്നിരിക്കട്ടെ. ഇതിൽ എത്ര BJP-ക്ക് കിട്ടും, എത്ര കോൺഗ്രസ്സിന് കിട്ടും, എത്ര സമാജ്വാദി പാർട്ടിക്ക് കിട്ടും, ഇങ്ങനെ കൃത്യമായ കണക്കുകൾ എടുക്കാൻ താഴെ തട്ടിൽ വരെ പ്രവർത്തകരെ സജ്ജമാക്കിയ ഒരു നേതാവാണ് അമിത്ഷാ. അത്ര വിശ്വാസം മോദിക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ UP-യിലേക്ക് വിട്ടത്. ആ ജോലി വളരെ ഭംഗിയായിട്ട് അമിത്ഷാ ചെയ്തു. അതുകൊണ്ടെന്താ, 72 സീറ്റിലാണ് BJP-യും സഖ്യകക്ഷികളും അവിടെ ജയിച്ചു വന്നത്. 8 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും ഒക്കെ ജയിക്കാൻ പറ്റിയത്. BSP-ക്ക് അന്നും 0 BSP ഒരു സീറ്റിൽ പോലും ജയിക്കാൻ സാധിച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു പക്ഷേ മായാവതി എങ്ങാനും ഒരു സീറ്റിലേക്ക് ജയിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. 10 സീറ്റ് നേടി. അതെ. അപ്പോൾ ഇത്രയും താഴെ തട്ടിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനയെ ചലിപ്പിക്കാൻ, പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അമിത്ഷാ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ ശത്രുക്കൾ ഏതായുധവും എടുത്ത് പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിച്ചെങ്കിലും അതിനകത്തൊന്നും തെളിവുകളില്ല. ഈ ഇസ്രത് ജഹാൻ്റെ കാര്യത്തിൽ തന്നെ എനിക്കറിയാം. ഇസ്രത് ജഹാൻ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മലയാളിയുടെ പേര് നമ്മുടെ സിനിമയിലെല്ലാം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ പങ്കല്ല ആരോപിക്കുകയാണ് നമ്മുടെ പൃഥ്വിരാജ് സംവിധാനം. എന്ത് ആരോപിച്ചിരുന്നാലും ഇതിനൊക്കെ തെളിവ് വേണ്ടേ? സുപ്രീം കോടതിക്ക് മേളിലാണോ? എൻ്റെ ചോദ്യം അതാണ്. ഈ ഗാന്ധി വധത്തിൽ RSSന് പങ്കുണ്ട് എന്ന് നിരന്തരം ആരോപിക്കുന്നത് പോലെയാണ്. പണ്ട് നമ്മുടെ ജസ്റ്റിസ് KT തോമസ് സാർ അത് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്നത് പോലെ സുപ്രീം കോടതിക്ക് മേളിൽ ഒരു കോടതി ഇനിയുണ്ടോ ഇന്ത്യയിൽ? അപ്പോൾ സുപ്രീം കോടതിയിൽ വരെ ഈ വിഷയങ്ങൾ വന്ന് ഇത് തലനാരിഴ കീറി പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിർണയിച്ചതാണ് അമിത്ഷാ നിരപരാധിയാണ്, നരേന്ദ്രമോദിക്ക് ഇതിൽ പങ്കില്ല എന്ന് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നിയോഗിച്ച SIT, MK രാഘവൻ്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി നിയോഗിച്ച SIT ആണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി തീരുമാനമെടുത്തത്, വിധിച്ചത് നരേന്ദ്രമോദി നിരപരാധിയാണ്, അമിത്ഷാ നിരപരാധിയാണ്, ഇത് ഈ പറയുന്നത് പോലെ സംഭവിച്ചതല്ല, വ്യാജ ഏറ്റുമുട്ടലല്ല എന്ന്. നോക്കൂ, ഈ ഇസ്രത് ജഹാൻ്റെ കേസിൽ തന്നെ നമ്മുടെ നാട്ടിൽ DGP ആയിരുന്ന ബെഹ്റ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞത് എന്താ? ഇസ്രത് ജഹാന് ലഷ്കർ-ഇ-തോയ്ബയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ്. ഇത് പറയുന്നത് മോഡിയുടെ പോലീസല്ല, മോഡിയുടെ DGP അല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ല പറഞ്ഞത് ഈ പിണറായിയുടെ നാട്ടിലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നാട്ടിലെ പോലീസാണ്. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ പിണറായി ഭരിക്കുന്ന കാലത്ത്. മറ്റൊരു കാര്യം, ഈ അമിത്ഷായുമായി ബന്ധപ്പെട്ട് 370-ാം വകുപ്പ് മാറ്റുമ്പോഴും പൗരത്വ ഭേദഗതി കൊണ്ടുവരുമ്പോഴെല്ലാം വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ലല്ലേ? അപ്പോഴാണ് ഈ ചീള് സിനിമയുമായി രംഗത്ത്. അതെ, അത് അമിത്ഷായെ സംബന്ധിച്ച് അമിത്ഷാ അറസ്റ്റിലായിട്ട് പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകണം. അദ്ദേഹം ഒരു ബുദ്ധിമുട്ടും അഭിനയിച്ചില്ല. ഇവിടെ പലരും നെഞ്ചുവേദന വരുന്നു, ഹാർട്ട് അറ്റാക്ക് ഇപ്പം സംഭവിക്കുമെന്നും പറഞ്ഞ് നേരെ ഓടി ആശുപത്രിയിലേക്ക് പോവുകയാണ് പോലീസിനെ സ്വാധീനിച്ച്. പക്ഷെ അമിത്ഷാ ഒരു സ്വാധീനവും ചെലുത്താൻ പോയില്ല. അദ്ദേഹം നേരെ ജയിലിലേക്ക് പോയി. അതെ, അദ്ദേഹത്തിന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന അയാൾ പിന്നീട് അദ്ദേഹത്തിന്റെ വീടൊക്കെ പൂട്ടി മതിലൊക്കെ പൊക്കി അകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടും ഉദ്യോഗസ്ഥർ മതിൽ ചാടി അകത്ത് കടന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതൊക്കെ ചരിത്രം. ഞാനത് ഈ പകരത്തിന് പകരം എന്നുള്ളതല്ലല്ലോ അമിത്ഷായുടെ രീതി. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹം അന്ന് വളരെ കൃത്യമായിട്ട് നിയമം പാലിച്ച് അതനുസരിച്ച് ജയിലിൽ പോയി, ജയിലിൽ കിടന്നു. അവിടെ കിടന്ന് അദ്ദേഹം തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വന്നു.
അങ്ങനെ പുറത്തു വന്ന സുപ്രീം കോടതി പോലും പറഞ്ഞ ഒരാളിനെ കുറിച്ച് നമ്മൾ ഇത്തരത്തിലൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിനെതിരായിട്ട് സിനിമ എടുക്കുന്നതൊക്കെ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ കഷ്ടമാണെന്നേ പറയാനുള്ളൂ. അല്ല, അങ്ങനെ പറയുമ്പോഴും മറ്റ് എല്ലാവരും പറയുന്നതുണ്ട്, അങ്ങനെയാണെങ്കിൽ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലെന്നാണ് പറയുന്നത് ഇവർ. ഇപ്പോൾ ഇവരുടെ ഏത് ആവിഷ്കാരത്തിനെയാണ് തടസ്സപ്പെടുത്തിയത് മോഡി? സെൻസർ ബോർഡ് പോലും ഒരു അക്ഷരം വേണ്ടിയില്ല. ഇപ്പോൾ BJP-ക്കാരെല്ലാം സെൻസർ ബോർഡുകാരെ മുഴുവനും എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീയൊക്കെ എവിടെ പോയി കിടക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വല്ല കുറവുമുണ്ടോ? പൃഥ്വിരാജേ, ഈ പറയുന്നത് പോലെ ഈ ഭരത് മുരളിക്കും അദ്ദേഹത്തിൻ്റെ മകൻ മുരളി ഗോപിക്കും ഒക്കെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ? എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം. മോഡിയെ പറയാം, അമിത്ഷായെ പറയാം, അവരെ വിമർശിക്കാം, അവർക്കെതിരെ സിനിമ എടുക്കാം, ഇല്ലാത്ത വ്യാജ ആരോപണങ്ങൾ, വ്യാജ ബിംബങ്ങൾ, വ്യാജ നിർമ്മിതികൾ ഒക്കെ ചമയ്ക്കാം. അതിനൊന്നും ഈ നാട്ടിൽ ആരും അവർക്കെതിരെ വാളെടുക്കുന്നില്ല, അവർക്കെതിരെ ഒരു തരത്തിലുള്ള എന്താ പറയേണ്ട ഇടപെടലുകളും നടത്തുന്നില്ല. എന്നിട്ടും ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് ഇനിയും പറയുന്നതെങ്കിൽ കഷ്ടം എന്നേ നിങ്ങളെക്കുറിച്ച് പറയാനുള്ളൂ. മൂന്നാം പാർട്ടിൽ അങ്ങനെ വരുമെന്നോ അല്ലേ? സിഗരറ്റ് വലിച്ചപ്പോൾ, സന്യാസി സിഗരറ്റ് വലിച്ചപ്പോഴാണ് ഈ ഗോദ്രയിൽ ട്രെയിൻ കത്തിയത്. കർസേവയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന സന്യാസി ട്രെയിനിലകത്തിരുന്ന് അതെ സിഗരറ്റ് വലിച്ചപ്പോഴാണ് ഇത് ട്രെയിൻ കത്തിയത്. S6 ബോഗി കത്തിയത്, 59 പേര് മരിച്ചത് എന്നൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. എന്തായാലും നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം. അമിത്ഷായെക്കുറിച്ച് നിങ്ങളാരും ധരിക്കുന്നതല്ല അമിത്ഷാ എന്നുള്ളതാണ് സത്യം. അത് പറയാൻ രാജ്ദീപ് സർദേശായിയൊക്കെ ഇത്രയും വർഷമെടുത്തു അതൊന്ന് വെളിപ്പെടുത്താൻ. തീർച്ചയായിട്ടും മോദി വിമർശകൻ, BJP വിമർശകൻ, RSS വിമർശകൻ ഒക്കെയാണ് ഈ സർദേശായിയും ബർഗാദത്തും ഒക്കെ. അവരാരും മോശക്കാരല്ല. ഈ മുൻകാലത്ത് നമുക്കറിയാം NDTVയുടെയൊക്കെ ചുമതലയിലിരുന്ന പ്രണബ് റോയിയൊക്കെ എന്തൊക്കെയാണ് BJPക്കെതിരെ അല്ലെങ്കിൽ BJP നേതാക്കൾക്കെതിരെ പറഞ്ഞിരുന്നതെന്ന് നമുക്കറിയാം. ആ ആൾക്കാരാണ് ഇപ്പോൾ കുറേശ്ശെയൊക്കെ സത്യം പറഞ്ഞു തുടങ്ങിയത്. അന്ന് അങ്ങനെയായിരുന്നു, അന്നിങ്ങനെയായിരുന്നു, നരേന്ദ്രമോദി താഴെത്തട്ടിൽ ഇങ്ങനെയാണ് പ്രവർത്തിച്ചത്, അമിത്ഷാ ഇങ്ങനെയാണ് അന്ന് കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വരട്ടെ, സത്യം എന്നായാലും പുറത്തു വരും. സത്യമേവ ജയതേ എന്നുള്ളതാണ്, ആ ആപ്തവാക്യമാണ് BJPയും ഈ അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ പിന്തുടരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഏകപക്ഷീയമായിട്ട് ഒരു വശത്ത് നിന്നുകൊണ്ട് മാത്രം ഇതിനെ സമീപിക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.